പോലീസിന്റെ ഇരട്ട നീതിയുടെ മുഖമാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും സോണിയാഗാന്ധിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അധിക്ഷേപിക്കുന്ന എത്രയോ സമൂഹ മാധ്യമ പോസ്റ്റുകൾ കേരളം കണ്ടതാണ്. അതുപോലെ മറ്റ് നേതാക്കന്മാർക്കെതിരായിട്ട് ഇഷ്ടം പോലെ കണ്ടതാണ്. ഇപ്പൊ ആകെ പരിരക്ഷയുള്ളത് പിണറായി വിജയന് മാത്രമാണ് കേരളം. ഒരാൾക്കും വിമർശിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകുന്നതിന് ആരും എതിരല്ല. സുബ്രഹ്മണ്യന്റെ വീട് വളഞ്ഞ് പിടിച്ചിട്ട് ഒരു ഏതോ വലിയ കൊലക്കേസിലെയോ അല്ലെങ്കിൽ കൊള്ള നടത്തിയ ആളുടെ വീട് പോലെ വളഞ്ഞു പിടിച്ചു നിൽക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്ര ഒരു കാട്ടാളത്ത സംസ്കാരം ഇത് വിടുന്നു കിട്ടിയതാണ്. ഏത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണിത്? ഇവിടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തുന്ന അതിന്റെ അതേ കാർബൺ പതിപ്പാണ് ആഭ്യന്തരം നടത്തുന്ന മുഖ്യമന്ത്രികൾ. ശബരിമല കേസിൽ ഡി മണി ഒളിവിൽ പോകാൻ തുടങ്ങി ഒരുപാട് നാളായല്ലോ. പിടിക്കാൻ പോലീസുണ്ടോ? പിടിക്കാൻ പറ്റിയോ? പോലീസിനെ തീർത്തും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒറിജിനൽ അല്ല. മുഖ്യമന്ത്രിയുടെ എത്ര ഫോട്ടോ വന്നു? കടകംപള്ളിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒറിജിനൽ അല്ല. അല്ല, ഇത് കൃത്യമായിട്ട് ഇത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുക. പോലീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമല്ല.